ഹായ് സോൾസ് സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ആണ്. സോറി, ഇനി ഷഫിൾഡ് ആണ്, കാർഡ് ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ നോക്കാം. 2 of Wands, Knight of Wands, King of Wands, Page of Wands, 10 of Swords, Page of Swords, the Devil, 9 of Cups, bottom of deck, Wheel of Fortune. 2 Wands എന്ന് പറഞ്ഞാൽ ആ വ്യക്തി നിങ്ങളെപ്പറ്റി ഒബ്സർവ്ഡ് ആണ്, അതായത് നിങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളാണ് അവരുടെ ലോകം, എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളാണ് നിങ്ങൾ എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇതിലിപ്പോൾ കാർഡ് വന്നതിനനുസൃതമായിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. കാർഡും ഇത് നിങ്ങൾക്ക് പിക്ചർ കണ്ടാലും അതേപോലെ തന്നെ അതിൻ്റെ മീനിങ് ചിലവർക്ക് ഇങ്ങനെ പറഞ്ഞ് ചിലവർക്ക് അറിയാൻ മതിയാവും. അപ്പം കാർഡിൻ്റെ അനുസൃതമായിട്ടാണ് ഞാനിവിടെ പറയുന്നത്. ചിലരറിഞ്ഞ് നെഗറ്റീവ് നിങ്ങൾ പറയുന്നില്ലല്ലോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കാർഡ് ഷഫിൾ ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു എനർജി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അത് ആർക്ക് റെസനേറ്റ് ആവും എന്നുള്ളത് അറിയില്ല, ആർക്കും റെസനേറ്റ് ആവും. ഓക്കെ, അപ്പോൾ 2 of Cups എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ സോഷ്യൽ മീഡിയയിലായാലും ഫേസ്ബുക്കിലായാലും ഏത് ആപ്പിലായാലും അവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളെ നോക്കുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 2 of Wands ആണ്. അവർ ഉറച്ചൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഓക്കെ, അവരുടെ ലോകം നിങ്ങളാണ്, നിങ്ങളെങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. ഓക്കെ, Knight of Wands എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളടുത്തേക്ക് വരണം, നിങ്ങളോട് സംസാരിക്കണം, ആക്ഷൻ എടുക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത. ഓക്കെ, അതേപോലെ തന്നെ കിങ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ അധികാരവും ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ നിങ്ങൾ മാത്രമല്ല. അപ്പോൾ ആ ഒരു ചിന്താഗതിയിൽ അവർ അവിടെ ഇങ്ങനെ ആലോചിച്ചിരിക്കണം, എന്തായിരിക്കും ഈ അവസ്ഥ, ഫ്യൂച്ചർ എന്താണ്, ഫ്യൂച്ചറിനെ പറ്റിയുള്ളൊരു ആവലാതി അവർക്കുണ്ട്. ഇനി നാളത്തെ കാര്യം എന്തായിരിക്കും എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളിലാണ് അവരിയ്ക്കുന്നത്. പേജ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ അവർ ആലോചിക്കുകയാണ് നിങ്ങളെക്കുറിച്ച് എന്ത് തീരുമാനം എടുക്കണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതൊക്കെ ഒരു ആലോചിച്ച് നിൽക്കുകയാണ്. മാത്രമല്ല ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളത്, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, 10 of Swords എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് വിഷമത്തിലാണ്. അവർ ഇനി ഒന്നുമില്ല അനങ്ങാൻ, അവർക്ക് ജീവനില്ല എന്ന് തന്നെ പറയും. അത്രയും വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയായിരിക്കും. അവരെ എന്താ പറയുക, കൊന്നിട്ട പോലെ എന്നറിയില്ല, ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. പക്ഷെ എന്നാലും ഒരു പ്രതീക്ഷയുണ്ട്, അവർ ആ ഒരു മൂമെൻ്റൊക്കെ മാറി മറിയും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതും ഇവർ വിഷമിക്കുന്നതെന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങൾ ആലോചിച്ചിട്ടും മാത്രമല്ല, നിങ്ങളെപ്പറ്റിയുള്ള ആ മൊമെൻറ്റ്, മെമ്മറീസ്, അതൊക്കെ ആലോചിച്ചിട്ടാണ് അവർ ഇതാക്കുന്നത്. പേജ് ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ അതാണ്, അവർ പഴയ ഓർമ്മകളിൽ സ്റ്റക്കാണ്. മാത്രമല്ല അവരുടെ ജോലിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയുന്നില്ല. ഓക്കെ, ഇത് ഡബിൾ, നിങ്ങളോട് വല്ലാത്ത പാഷനും ഒരു അഡിക്ഷനും അവർക്കുണ്ട്. ഓക്കെ, ആ ഒരു അഡിക്ഷൻ്റെ പേരിലാണ് അവർ എപ്പോഴും അട്രാക്റ്റായിട്ട് നിൽക്കുകയാണ്. മാത്രമല്ല അവർക്കൊരു അഡിക്ഷൻ ഉണ്ട്, ആ ഒരു അഡിക്ഷനിലാണ് അവർ നിൽക്കുന്നത്. പിന്നെ നിങ്ങളോട് ഭയങ്കര എന്താ പറയുക, ഭയങ്കര പൊസസീവായിരിക്കും. നിങ്ങളാരെങ്കിലും നേടുമ്പോൾ അങ്ങനെയുള്ളൊരു ടെൻഷനും കാര്യങ്ങളും അവർക്കുണ്ട്. 9 of Cups എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം അധികാരമുണ്ട്, അവർ ആ ഒരു പീഠത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ എന്ത് പറഞ്ഞിട്ടും അവരുടെ ആ ഒരു സിറ്റുവേഷൻ കുറച്ച് ഡിഫിക്കൾട്ടാണ്. അവർ എന്താ പറയുക, സമയമാവട്ടെ, വീൽ ഓഫ് ഫോർച്യൂണാണ് വന്നത്, സമയമാവട്ടെ. അതാ കിങ് ഓഫ് കപ്സ്.
ആ ഒരു കപ്പ് ഓഫർ ചെയ്യാനാണ് നിൽക്കുന്നത്. ഓക്കെ, എന്ത് സമയമാവട്ടെ ആ സമയത്തിനനുസൃതമായിട്ട് നമുക്ക് മൂവ്മെൻറ്റ് ചെയ്യാമെന്നുള്ള ഒരു സിറ്റുവേഷൻ ഒന്ന് മാറിയിട്ട് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങളടുത്തേക്ക് വരണം എന്നുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് അവർ ഉറച്ച് നിൽക്കുന്നത്. ഓക്കെ, ഈ 9 ഓഫ് കപ്സ് ഫുൾഫിൽമെൻറ്റ് ആൻഡ് ഫാമിലി അതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അവർക്ക് അവരുടെ എല്ലാവരും മുമ്പിലും അവർ ഇങ്ങനെയാണ് അവരെ കാണുന്നത്. പക്ഷെ അവരുടെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഒരാളുടെ മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ, അവരുടെ മെമ്മറിയിൽ എന്താണ് ഓടുന്നത്, അവരെന്താണ് ചിന്തിക്കുന്നത് എന്ന്. പക്ഷേ അവരുടെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. പക്ഷെ പുറമേ അവരെന്ത് ചെയ്യാണ്, അവർ ഓക്കെ കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. പക്ഷെ അവരുടെ മനസ്സിലെപ്പോഴും നിങ്ങളുടെ ചിന്ത ഉണ്ട്. ഓക്കെ, ഗൈഡൻസ് നോക്കാം. യൂണിവേഴ്സ് എന്താണ് പറയുന്നത്, നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? സൺ ആൻഡ് 8 ഓഫ് സോൾസ്, 9 ഓഫ് സോൾസ് ആൻഡ് സൺ, ദ ഫൂള് വന്നിട്ടുണ്ട് ബോട്ടമൊട്ടൊക്കെ. ഇതിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഉറക്കമില്ലായ്മോ അല്ലെങ്കിൽ നിങ്ങളൊരു തടവറയിൽ അകപ്പെട്ട പോലെ ഉള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയായിരിക്കും. ആ ഒരു സിറ്റുവേഷൻ മൂവ് ഓൺ ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളൊരു സണ്ണാണ്, എന്താ പറയുക, ഉയർന്നെഴുന്നേൽപ്പിൻ്റെ ഒരു എഴുന്നേൽപ്പിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് സണ്ണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. ഒരു മൈൻഡിൽ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും, നമ്മളുടെ മനസ്സാണ് നമ്മളെ എത്രത്തോളം ഒരു തളർത്തുന്നത്. ആ ഒരു മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ അവിടെ ഒരു മനുഷ്യൻ വിജയിച്ചു എന്നാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആ തടവറയിൽ നിന്നും അകപ്പെട്ട പോലെ നിങ്ങൾക്ക് തോന്നുന്നതാണ്. ആ ഒരു തടവറയിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ മാറ്റിയെടുക്കുക എന്നാണ് പറയുന്നത്. ചിലർ ഒരുപാട് ദിവസങ്ങൾ ഉറങ്ങിയിട്ടുണ്ടായിരിക്കില്ല, ഉറക്കമുണ്ടാവില്ല, അതുപോലെ മനസ്സിനൊരു സ്വസ്ഥതയോ സമാധാനം ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ ഒരു കാര്യത്തെ മൂവ് ഓൺ ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളൊരു സണ്ണാണ്, അത് നിങ്ങൾ മനസ്സിലാക്കൂ. ഇപ്പോൾ ഒരു ലേഡീനെ കണ്ടില്ലേ, അവർക്ക് ചിറകുണ്ട്, കൊമ്പുണ്ട്, എന്നിട്ടും അവർ ആ വലയത്തിൻ്റെ ഉള്ളിൽ അകപ്പെട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് പറക്കാനുള്ള ശേഷിയുണ്ട്, കഴിവുണ്ട്, പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. അതാണ് സംഭവം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിയുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ മനസ്സ്, അത് നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. നിങ്ങളുടെ പാഷൻ, അതേപോലെ നിങ്ങളുടെ കരിയർ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ ഇൻവോൾവ്മെൻ്റ് ആവുക. ഓക്കെ, അതാണ് അവർ പറയുന്നത്, യൂണിവേഴ്സ് പറയുന്നത് അതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഗൈഡൻസ്. എല്ലാവർക്കും പറന്നുയരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ തന്നെ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.